ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചെമ്മീൻ തീയൽ തയ്യാറാക്കാം. തേങ്ങയൊക്കെ വറുത്തരച്ച് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റുന്ന, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റോടു കൂടി ഒരു ചെമ്മീൻ തീയലാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. ചെമ്മീൻ തീയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 600 ഗ്രാമിനടുത്തുണ്ടാവും. ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ്, ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആദ്യം നല്ലതുപോലെ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ച് വേവിച്ചെടുക്കുക. ഇതുപോലെ മൺചട്ടിയിൽ ചെമ്മീൻ തീയലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചെമ്മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ഈ വെള്ളം നല്ലതുപോലെ പറ്റി ഒന്ന് വെന്തെടുക്കണം. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ചെമ്മീൻ നല്ലതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ചെമ്മീൻ തീയലിന് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 3/4 കപ്പോളം തേങ്ങ തിരുമ്മിയത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 മുതൽ 10 ചെറിയുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇല്ല, പൊടിയാണെന്ന് കയ്യിലുള്ളതെങ്കിൽ അത് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലതുപോലെ ഇളക്കി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടുന്നിടം വരെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു തേങ്ങ ഒന്ന് വറുത്ത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നതിന് വരെ ഒരു 10 മുതൽ 15 സെക്കൻഡ് സമയം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ശേഷം ഇത് നല്ലതുപോലെ തരിതരിപ്പൊന്നും കൂടാതെ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ അരപ്പും ചെമ്മീനും വെന്ത് ഇട്ടിട്ടുണ്ട്. കറി തയ്യാറാക്കാനായിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയിൽ വേണമെങ്കിലും കറി തയ്യാറാക്കാം. പക്ഷേ ചെമ്മീൻ തീയലൊക്കെ ചെറിയുള്ളി കറി തയ്യാറാക്കുകയാണെങ്കിൽ പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണ്. ആ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചെറിയുള്ളിയും തേങ്ങയൊക്കെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ, ഒത്തിരി അങ്ങ് വഴറ്റി അങ്ങ് ഗോൾഡൻ കളറാക്കേണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചസ് ഒക്കെ മാറി ഈ ഒരു പരുവത്തിലായി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കണം. ശേഷം ഞാനിപ്പം തേങ്ങ നല്ലതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുക്കുന്നതും നല്ലതായിരിക്കും. ഞാനിപ്പോൾ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒരു 2 കപ്പിനടുത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പുളിയുടെ പകുതിയോളം ഉണ്ടാവും. ഒരു 3 ചെറിയ പീസ് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുരിങ്ങയ്ക്കയാണ്. ഒരു വലിയ മുരിങ്ങയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക ഇട്ട് കറി വെക്കുകയാണെങ്കിൽ മുരിങ്ങയ്ക്കയുടെ ആ ടേസ്റ്റ് കൂടെ വരുമ്പോൾ നമ്മുടെ കറിക്ക് തീയലിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ശേഷം ഇതൊന്ന് അടപ്പ് വെച്ച് അടച്ച് ഇതൊന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. 1-2 മിനിറ്റ് നല്ലതുപോലെ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയ്ക്കായും ഒഴിച്ച വെള്ളവും എല്ലാം നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ശേഷം അങ്ങനെ തിളച്ച് കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, വറ്റൽമുളക് ഒത്തിരി 6-7 എണ്ണം ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. അതിനനുസരിച്ച് നിങ്ങൾ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കറി ഒന്ന് കുറുകി കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കുക. 1-2 പ്രാവശ്യമൊക്കെ അടുപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു കറിയൊക്കെ കുറുകി നല്ലൊരു ഗ്രേവി, നല്ല തിക്ക് ഗ്രേവിയോടുകൂടി ഒരു ചെമ്മീൻ തീയലിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി റെഡിയായതിനു ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.